കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് രീതിയിൽ നിർമ്മിക്കുന്ന ആദ്യ പാലം ഇന്ന് നാടിന് സമർപ്പിക്കും. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിൽ നിർമ്മിച്ച മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പൂർത്തിയായതോടെ പ്രദേശവാസികളുടെ ദീർഘകാലമായുള്ള ഗതാഗത പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത്. ദീർഘകാലമായി മണിക്കൂറുകളോളം ലെവൽ ക്രോസിൽ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് പാലം തുറന്നുകൊടുക്കുന്നതിലൂടെ പരിഹാരമാകുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് പാലം ഉദ്ഘാടനം നിർവഹിക്കും. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി. ഭാരപരിശോധന നടപടികളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ടും അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. റെയിൽവേ ക്രോസിന് മുകളിലായി റെയിൽവേ നേരിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അന്തിമ അറ്റകുറ്റപ്പണികളും അവസാനഘട്ട പെയിന്റിംഗ് ജോലികളും പൂർത്തിയാക്കിയാണ് പാലം ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നത്. മുൻ MLA R രാമചന്ദ്രന്റെ ഇടപെടലിനെ തുടർന്ന് മുൻ LDF സർക്കാരാണ് മേൽപ്പാലത്തിനാവശ്യമായ 33.04 കോടി രൂപ അനുവദിച്ചത്. 547 മീറ്റർ നീളവും 10.2 മീറ്റർ വീതിയുമാണ് പാലത്തിനുണ്ടാവുക. കേരളത്തിൽ പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് രീതിയിൽ നിർമ്മിക്കുന്ന 10 മേൽപ്പാലങ്ങൾ അനുവദിച്ചതിൽ ആദ്യമായി നിർമ്മാണം പൂർത്തിയായ പാലമാണ് മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം. ഇതിന്റെ പൈൽ ക്യാപ്പ്, ഡക്ക് സ്ലാബ് എന്നിവ കോൺക്രീറ്റ് രീതിയിലും പിയർ ക്യാപ്പ്, ഗാർഡറുകൾ എന്നിവ സ്റ്റീലിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 33 സ്പാനുകളും 51 പൈലുകളും 13 പൈൽ ക്യാപ്പുകളും 2 അബട്ട്മെന്റുകളും പാലത്തിനുണ്ട്. പാലത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് 11.8 കോടി രൂപയും മേൽപ്പാല നിർമ്മാണത്തിന് 26.58 കോടി രൂപയുമാണ് ചിലവഴിച്ചത്. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രി ചിഞ്ചുറാണി, കരുനാഗപ്പള്ളി MLA CR മഹേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. News 18 കൊല്ലം.